രാഷ്ട്രീയ കളരിയിൽ എൻ.ഡി.എ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയതിന്റെ ആഘോഷങ്ങൾ സജീവമായിരിക്കുകയാണ്. എന്നാൽ ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലും ബീഹാർ രാഷ്ട്രീയത്തിലെ ചാഞ്ചാട്ട ചരിത്രം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് അധികാരത്തിലേറിയതിനു ശേഷം 3 വർഷം തികയും മുമ്പേ സഖ്യങ്ങൾ മാറിമറിയുന്ന ഒരു സ്ഥിരം പ്രവണത സുശാസൻ ബാബു എന്നറിയപ്പെടുന്ന നിതീഷ് കുമാർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ അനിശ്ചിതത്വമാണ് ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകരെ ഇപ്പോൾ അലട്ടുന്നത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ആർ.ജെ.ഡിയും തോൽവി പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. വോട്ടർ പട്ടിക അട്ടിമറിച്ചും വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തുമുള്ള അധാർമിക വിജയമെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ ജയം ജയവും തോൽവി തോൽവിയുമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ബീഹാറിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലും തേജസ്വി യാദവ് വീണ്ടും ഉപമുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കാൾ ജനവിധിക്ക് ശേഷം സംഭവിക്കാറുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഈ നാടകങ്ങളിലെ പരാജിതർ മാറി മറിയാറുണ്ടെങ്കിലും ഒരേയൊരു വിജയി മാത്രമേ ഉള്ളൂ. അത് നിതീഷ് കുമാറാണ്. അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ആർ.ജെ.ഡിക്ക് സംഭവിച്ചതെങ്കിലും അവരുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത്ര വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കാം. 2010 ഇതിലും വലിയ തോൽവി അവർ നേരിട്ട ശേഷം 2025 ശക്തമായി തിരിച്ചു വന്ന ചരിത്രം അവർക്കുണ്ട്. എന്നാൽ ഇവിടെ ചർച്ചയാകുന്നത് ആർ.ജെ.ഡിയുടെ തോൽവിയോ വിജയമോ അല്ല, മറിച്ച് കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബീഹാർ രാഷ്ട്രീയത്തിൽ അരങ്ങേറിയ അവിശ്വസനീയമായ ചട്ടങ്ങളാണ്. 2010 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുമായി സഖ്യം ചേർന്നാണ് നിതീഷ് കുമാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത്. എന്നാൽ കൃത്യം 3 വർഷത്തിനു ശേഷം 2013 നരേന്ദ്രമോദി ബി.ജെ.പിയുടെ ദേശീയ നേതാവായി ഉയർന്നു വന്നതോടെ നിതീഷ് തന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റി. മോദിയുടെ ഉയർച്ചയോടെ ബി.ജെ.പി മതേതരത്വത്തിൽ നിന്ന് അകലുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നിതീഷ് എൻ.ഡി.എ സഖ്യത്തിൽ നിന്ന് പിന്മാറി. സഖ്യം വിട്ടെങ്കിലും ജെ.ഡി.യുവിന് അന്ന് 115 സീറ്റുകൾ ഉണ്ടായിരുന്നതിനാലും ആർ.ജെ.ഡി ശക്തമായി എതിർക്കാതിരുന്നതിനാലും ബി.ജെ.പി മന്ത്രിമാരെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് മന്ത്രിസഭയെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിതീഷിന് സാധിച്ചു. ഉപമുഖ്യമന്ത്രിയായിരുന്ന സുശീൽ കുമാർ മോദി ഉൾപ്പെടെയുള്ള എല്ലാ ബി.ജെ.പി മന്ത്രിമാരും 2013 ജൂണിൽ രാജിവെച്ച് പ്രതിപക്ഷത്തിലേക്ക് പോയെങ്കിലും നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അന്ന് ഇളക്കം തട്ടിയില്ല. ഇതിനിടെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം നേരിട്ടപ്പോൾ കുറച്ചു കാലത്തേക്ക് ജിതിൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രി കസാരയിൽ ഇരുത്തിയെങ്കിലും ഭരണത്തിന്റെ കടിഞ്ഞാൽ നിതീഷിന്റെ കൈകളിൽ തന്നെയായിരുന്നു. 2015 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് പുതിയ സഖ്യം പരീക്ഷിച്ചു. അദ്ദേഹം ആർ.ജെ.ഡിയുമായും കോൺഗ്രസുമായും കൈകോർത്ത് മഹാഗഠബന്ധൻ രൂപീകരിച്ച് വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി. ആ തിരഞ്ഞെടുപ്പിൽ ജെ.ഡി.യുവും ആർ.ജെ.ഡിയും 101 സീറ്റുകൾ വീതമാണ് മത്സരിച്ചത്. മുന്നണിക്കാകെ 178 സീറ്റുകൾ ലഭിക്കുകയും ബി.ജെ.പി 53 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. കൂടുതൽ സീറ്റുകൾ ആർ.ജെ.ഡിക്കാണ് ലഭിച്ചതെങ്കിലും സഖ്യം നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി. ആർ.ജെ.ഡിയുടെ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്നാൽ കൃത്യം 2 വർഷം തികയും മുമ്പേ നിതീഷ് വീണ്ടും ചുവടുമാറ്റി. തേജസ്വി യാദവിനെതിരെ അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ മോദിയുടെ മതേതരത്വമാണ് മെച്ചമെന്ന് പറഞ്ഞ് നിതീഷ് വീണ്ടും ബി.ജെ.പിയുടെ കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബി.ജെ.പി മന്ത്രിമാർ വീണ്ടും മന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്തു. അടുത്ത തിരഞ്ഞെടുപ്പ് 2020 ഇത്തവണ നിതീഷ് ബി.ജെ.പിയുടെ കൂടെ തന്നെയാണ് മത്സരിച്ചത്. സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ജെ.ഡി.യുവിന്റെ സീറ്റ് നില വളരെ ദയനീയമായിരുന്നു. ബി.ജെ.പി 74 സീറ്റുകൾ നേടിയപ്പോൾ ജെ.ഡി.യു 43 സീറ്റുകളിലേക്ക് ഒതുങ്ങി. എങ്കിലും ബി.ജെ.പി മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് തന്നെ നൽകി. എന്നാൽ ഇത്തവണയും 2 വർഷം തികയും മുമ്പേ നിതീഷ് കുമാർ തന്റെ തനത് സ്വഭാവം കാണിച്ചു. 2022 ഓഗസ്റ്റിൽ അദ്ദേഹം എൻ.ഡി.എ വിട്ട് ബി.ജെ.പി മന്ത്രിമാരെ ഉൾപ്പെടുത്തിയ മന്ത്രിസഭ രാജിവെച്ചു. അന്ന് തന്നെ മഹാഗഠബന്ധനിൽ ചേരുകയും അവരുടെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ തോറ്റ ആർ.ജെ.ഡി മന്ത്രിസഭയിലെത്തി തേജസ്വി യാദവും വീണ്ടും ഉപമുഖ്യമന്ത്രിയായി. ഈ ചാട്ടത്തിന് നിതീഷ് പറഞ്ഞ കാരണം ബി.ജെ.പി ജെ.ഡി.യുവിനെ പിളർത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു. നിതീഷിന്റെ ഈ ചാട്ടം അവിടെയും അവസാനിച്ചില്ല. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എൻ.ഡി.എയിലേക്ക് തിരികെ പോയി. തേജസ്വിയും മറ്റ് ആർ.ജെ.ഡി മന്ത്രിമാരും രാജിവെച്ചു. പകരം ബി.ജെ.പി മന്ത്രിമാർ മന്ത്രിസഭയിൽ വീണ്ടും തിരിച്ചെത്തി. ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ ആർ.ജെ.ഡിക്ക് 75 സീറ്റുകളും ബി.ജെ.പിക്ക് 74 സീറ്റുകളും ഉണ്ടായിരുന്നിട്ടും വെറും 43 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന നിതീഷ് കുമാർ ഇരു പാർട്ടികളെയും ഉപയോഗിച്ച്
5 വർഷവും മുഖ്യമന്ത്രിയായി കസാരയിൽ ഇരുന്നു എന്നുള്ളതാണ്. 2024 മുമ്പുള്ള ചട്ടങ്ങൾക്കെല്ലാം നിതീഷ് എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ചാട്ടത്തിന് പ്രത്യേകിച്ച് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലും നിതീഷിന്റെ ഭാവിയെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകരെ ചിന്തിപ്പിക്കുന്നത്. ബീഹാറിൽ ഏത് പാർട്ടി തെരഞ്ഞെടുപ്പിലും ഒരു വിജയി മാത്രമേ ഉള്ളൂ, അത് നിതീഷ് കുമാറാണ്. രാഷ്ട്രീയം അസാധ്യമായവയെ സാധ്യമാക്കുന്ന കലയാണെന്ന് പറയുന്നതിനെ 200% ഉദാഹരണമാണ് നിതീഷ് കുമാർ എന്ന വ്യക്തി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബീഹാറിലെ എല്ലാ ഭരണ പാർട്ടികൾക്കും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിതീഷിന്റെ ചാട്ടങ്ങൾ കാരണം മന്ത്രിസഭയിൽ ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ NDA അധികാരത്തിലെത്തിയിരിക്കുന്നു. ഈ നില വെച്ച് ഇത്തവണ എന്ത് സംഭവിക്കാനാണ് സാധ്യത? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പഴമൊഴി. ഇത്തവണ നിതീഷ് കുമാർ സ്വഭാവത്തിൽ മാറ്റം വരുത്തി മുഴുവൻ കാലാവധിയും NDAയിൽ തുടരുമോ, അതോ വീണ്ടും ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടം ബീഹാറിന്റെ വികസനത്തെയും ഭരണസ്ഥിതിയെയും ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. എന്നാൽ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി അദ്ദേഹം നടത്തുന്ന ഈ കളികൾ കേരളത്തിൽ ഒരു പക്ഷേ KM മാണിക്ക് പോലും സാധ്യമാകാതെ പോയ ഒന്നാണ്. ഇവിടുത്തെ മുന്നണി സമവാക്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ദുർബലമാവുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്.